സർക്കാരിന്റെ എല്ലാ തീരുമാനങ്ങളെയും പിന്തുണയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാമുദായിക നേതാവാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. വെള്ളാപ്പള്ളിയെക്കുറിച്ച് പറയുമ്പോൾ മുഖ്യമന്ത്രിക്കും 100 നാവാണ്. ഒരു പ്രസ്ഥാനത്തെ നിരന്തരമായി മുന്നോട്ട് നയിക്കാനും ലക്ഷ്യങ്ങൾ നേടാനും പുതിയ തലമുറക്ക് വഴികാട്ടാനും ഒരു നേതാവിനെ എത്രത്തോളം ദൃഢനിശ്ചയം ഉണ്ടാകണമെന്ന് വെള്ളാപ്പള്ളി കാണിച്ചു തരുന്നുണ്ട്. ആ വെള്ളാപ്പള്ളിക്കെതിരായ ഏറ്റവും പ്രധാനപ്പെട്ട മൈക്രോ ഫിനാൻസ് സാമ്പത്തിക തട്ടിപ്പ് കേസിലാണ് സർക്കാർ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റാൻ നീക്കം നടത്തിയത്. ആ അന്വേഷണം അടുത്ത മാസം 30-നകം പൂർത്തീകരിച്ചിരിക്കണമെന്ന ഹൈക്കോടതിയുടെ നിർദ്ദേശം നിലനിൽക്കെയാണ് പുതിയ അന്വേഷണ സംഘത്തിന് കേസ് മാറ്റാൻ ആഭ്യന്തര സെക്രട്ടറി ഹൈക്കോടതിയിൽ ഹർജിയുമായി എത്തുന്നത്. ആ ഹർജിയാണ് ഹൈക്കോടതി ഇന്ന് തള്ളിയത്. ഈ കേസിലെ പരാതിക്കാരനായ ചേർത്തല സ്വദേശി MS അനിൽ മുഖ്യമന്ത്രിയും വെള്ളാപ്പള്ളി നടേശനും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധം വ്യക്തമാക്കുന്ന ചിത്രങ്ങൾ സഹിതമാണ് കോടതിയിൽ സർക്കാരിൻ്റെ ഹർജിയെ എതിർത്തത്. S ശശിധരനാണ് കഴിഞ്ഞ കുറച്ചധികം കാലമായി ഈ കേസ് അന്വേഷിക്കുന്നത്. അദ്ദേഹത്തെ ഈ ഘട്ടത്തിൽ മാറ്റിയാൽ കേസ് അട്ടിമറിക്കപ്പെടും. SP S ശശിധരൻ തന്നെ തുടർന്നും ഈ കേസ് അന്വേഷിക്കണമെന്നതാണ് ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ഉത്തരവ്. 7 ദിവസത്തിനകം ശശിധരനെ തന്നെ ഈ കേസിൻ്റെ തുടർന്നുള്ള അന്വേഷണം ഏൽപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവിറക്കാനാണ് ആഭ്യന്തര സെക്രട്ടറിയോട് ഹൈക്കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. കൊച്ചിയിൽ നിന്നും ബിനിൽ, മാതൃഭൂമി.